നമസ്കാരം. ഞാനിപ്പോൾ പാരിയക്കാടൻ അപ്പൂപ്പൻ തറ, അതായത് പണ്ട് കാലത്ത് മോട്ടോർ തറയിൽ നിന്നും ഒരു പാടശേഖരത്തേക്ക് ഒരു കുടുംബത്തെ ഒന്നിടം കമ്പി ചവിട്ടി താഴ്ത്തി അതിപ്പോൾ അതൊരു ദേവാലയമായി മാറിയ, ഒരു ആരാധനാലയമായി മാറിയ പാരിയക്കാടൻ അപ്പൂപ്പൻ തറ എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. നമുക്ക് അങ്ങോട്ടൊന്ന് ചെല്ലാം, അപ്പൂപ്പൻ തറയുടെ വിശേഷങ്ങൾ അറിയാം. ഈ കുട്ടനാടും പാടശേഖരങ്ങളും കാണാനല്ലേ, അതൊരു പ്രത്യേക അനുഭൂതിയാണ്. നല്ല വെയിലുള്ള സമയത്താണ് ഞാൻ വന്നത്. നമസ്കാരം. നമസ്കാരം. ഗോപൻ അല്ലേ? അതെ, ഗോപകുമാർ. മോടെ പേര് ഷൈജ. ഇതാണ് പാരിയക്കാടൻ അപ്പൂപ്പൻ തറ. പാടത്തിന്റെ ഒത്ത നടുക്കാണ്, ഉണ്ടോ? ഇതിന്റെ ചരിത്രങ്ങൾ എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല, നമുക്ക് അറിയാവുന്നവരോട് ചോദിക്കാം. ഇതിന്റെ സംഘാടകരാണ്. പണ്ട് ഈ പാടശേഖരങ്ങൾ ജന്മികൾ അളക്കി വാഴുന്ന സമയത്ത് ഈ പാടശേഖരത്തില് വെള്ളം കയറ്റുവാനും ഇറക്കുവാനുമുള്ള ഒരു സംവിധാനം, ഇപ്പോഴത്തെ രീതിയിൽ പറഞ്ഞാൽ മോട്ടോർ തറ അല്ലെ ഇഞ്ചൻ തറ എന്ന് പറയുന്ന ഒരു സംഭവം പണ്ടുണ്ടായിരുന്നു. ആ കാലത്ത് നമ്മളുടെ ഈ അപ്പൂപ്പൻ എന്ന് പറയുന്ന ആള് ഈ പാടശേഖരത്തിന്റെ തിരയിൽ താമസിക്കുകയും ഈ പാടശേഖരം നെല്ല് വിളഞ്ഞു കിടക്കുമ്പോഴും വെള്ളം കയറിക്കൊണ്ടേയിരിക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. ആ വെള്ളം കയറുന്നത് എവിടുന്നാണെന്ന് ജന്മിമാർ തപ്പി നടന്ന ഒരു കാലഘട്ടത്തിൽ, ആ സമയത്ത് അപ്പൂപ്പന്റെ തൊഴിൽ എന്ന് പറയുന്നത് മീൻപിടുത്തം കൊണ്ടാണ് ഉപജീവനം മാർഗം നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ ഉപജീവന മാർഗം നടത്തിക്കൊണ്ടിരുന്ന സമയം എന്ന് പറയുന്നത് ഇവിടെ നെല്ല് വിളഞ്ഞാലും അല്ലാത്ത സമയത്തും ഒക്കെ അപ്പൂപ്പൻ അള്ള എന്ന് പറഞ്ഞാൽ ഈ മോട്ടോർ തറയിൽ വലിയ കുഴി തോട്ടിലേക്കിട്ട് ആരും അറിയാത്ത രീതിയിൽ മീൻ പിടിക്കുന്ന ഒരു കാലം. അങ്ങനെ വെള്ളം കയറുന്ന, നേരത്തെ പറഞ്ഞതുപോലെ വെള്ളം കയറുന്നത് എവിടുന്നാണെന്ന് അറിയാൻ പറ്റാതെ തമ്പുരാക്കന്മാർ ഇങ്ങനെ നടന്നിരുന്ന സമയത്ത് ഈ അപ്പൂപ്പൻ താമസിക്കുന്നതിന് അപ്പുറം ഇപ്പുറവും വലിയ മീൻമുള്ളുകൾ കാണപ്പെടുകയുണ്ടായി. അങ്ങനെയാണ് ഞങ്ങളുടെ അപ്പൂപ്പനൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ആ മീൻമുള്ള് എവിടുന്നാണെന്ന് അപ്പൂപ്പന്റെ മക്കളോട് ഈ പറയുന്ന ജന്മികൾ ചോദിക്കുകയും, അത് എൻ്റെ അപ്പൻ പിടിക്കുന്നതാണ് ഈ മീനുകൾ, അത് ഞങ്ങൾ കഴിച്ചിട്ടുള്ള മീൻമുള്ളാണ് എന്ന് പറഞ്ഞു. അത് എവിടുന്നാണ് മക്കളെ പിടിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ കൊച്ചുകുട്ടികൾക്ക് അത് അറിയില്ലായിരുന്നു, കള്ളത്തരം അറിയാൻ മേലാത്തത് കൊണ്ട് അവരത് കാണിച്ചു കൊടുക്കുകയും, അങ്ങനെ നെല്ല് വിളഞ്ഞു കിടക്കുന്ന സമയത്ത്, വെള്ളം നിറഞ്ഞു വരുന്ന സമയത്ത്, ആ ഒരു സമയത്ത് ഈ അപ്പൂപ്പനെ അന്നത്തെ ജന്മികൾ ഈ അപ്പൂപ്പനിരിക്കുന്ന ഈ സ്ഥലത്ത് ജീവനോടെ ചവിട്ടിത്താക്കുന്ന ഒരു അനുഭവമാണ് ഞങ്ങൾ അപ്പൂപ്പന്മാര് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പൊ ആ ഒരു സമയം കഴിഞ്ഞതിൽ പിന്നെ ഈ പാടശേഖരങ്ങളിൽ എപ്പോൾ കൃഷി ചെയ്താലും പാടശേഖരത്തിൽ മട വീഴുകയോ അല്ലെങ്കിൽ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയോ ചെയ്യുകയായിരുന്നു. അത് കഴിഞ്ഞ് മറ്റുള്ള ഈ ഇവിടത്തുള്ള പിന്നുള്ള ഇപ്പോൾ കൃഷി ചെയ്യുന്ന ആളുകളൊക്കെ എന്ന് പറയുന്നത് കൊച്ചു കൃഷിക്കാരാണ്. ഇപ്പോൾ ജന്മികളല്ല, കൊച്ചു കൃഷിക്കാരാണ് കൃഷി ചെയ്യുന്നത്. അപ്പൊ ഈ കൃഷി ചെയ്യുന്ന കൃഷിക്കാർക്ക് എപ്പോഴും പ്രശ്നങ്ങളായി കഴിഞ്ഞപ്പോൾ അവര് ഇപ്പോഴത്തെ നമ്മുടെ രീതിയിൽ പ്രശ്നങ്ങൾ വെക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഈ പാടശേഖരത്തിൽ അപ്പൂപ്പന്റെ ഒരു ഇതുണ്ട്. അതുകൊണ്ട് അപ്പൂപ്പനെ ഇരുത്തിയാൽ മാത്രമേ ഈ പാടശേഖരത്തിൽ കൃഷി നടക്കുകയുള്ളൂ, നല്ല രീതിയിൽ കൃഷി നടക്കുകയുള്ളൂ എന്ന് തെളിയുകയും, അതിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പൂപ്പനെ ഇവിടെ ഇരുത്തുകയും അപ്പൂപ്പന്റെ തറയായി ഇവിടെ കെട്ടിപ്പടുക്കുകയും ചെയ്തത്. അതിനുശേഷം കൃഷികൾ ചെയ്യുന്ന ഇവിടുത്തെ എല്ലാ കൃഷിക്കാരും ആര് കൃഷി ചെയ്താൽ നെല്ല് വിതയ്ക്കുന്നതിന് മുമ്പ്, പാടത്ത് ഇറങ്ങുന്നതിന് മുമ്പ് അപ്പൂപ്പനെ ഒന്ന് മനസ്സിൽ പോലും ധ്യാനിക്കാതെ ആരും ഈ പാടശേഖരങ്ങളിൽ ഇറങ്ങാറില്ല. അങ്ങനെ ഇറങ്ങിയവർക്കൊക്കെ ഒരുപാട് അനുഭവങ്ങളും സംഭവിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്ത് തന്നെ ഈ പാടത്തിന്റെ കിഴക്കുവശം ഉള്ള തോടുകളിൽ ഇറ്റാച്ചി ഉപയോഗിച്ച് ആഴം കൂട്ടുന്ന പദ്ധതി വന്നപ്പോൾ ആ ഇറ്റാച്ചി കൊണ്ടുവന്ന ആളോട് പറഞ്ഞു, അപ്പൂപ്പൻ തറയിൽ വിളക്കിട്ടിട്ട് നിങ്ങൾ പണി തുടങ്ങും എന്ന് പറഞ്ഞു. അദ്ദേഹം അത് കേട്ടില്ല. പണി തുടങ്ങി ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ ആ ഇറ്റാച്ചി വെള്ളത്തിലേക്ക് മറിയുകയാണ് ഉണ്ടായത്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ. ഇപ്പൊ അപ്പുറത്ത് മോട്ടോർ തറയിൽ പണി തുടങ്ങിയിട്ട് മോട്ടോർ തറയിൽ 40-41 ദിവസം പണിതിട്ട് മോട്ടോർ തറയുടെ പണി തീരുന്നില്ല. അവിടുത്തെ ആ പ്രശ്നങ്ങൾ ഇതേപോലെ പറഞ്ഞിട്ട് വിളക്കിടാൻ പറഞ്ഞ അന്നത്തെ കോൺട്രാക്ടർ അതിട്ടില്ല. അദ്ദേഹം തന്നെ മാപ്പ് പറഞ്ഞിട്ടതിന്റെ പിറ്റേ ദിവസം പണി തീരുകയും, അങ്ങനെ ആയിട്ടുള്ള ഒരുപാട് പേർക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അപ്പൂപ്പനെ ധ്യാനിച്ച് ഒരു വീട് പണിയാണെങ്കിലും ഒരു വസ്തു വാങ്ങിക്കുന്നതാണെങ്കിലും അപ്പൂപ്പനെ ഓർത്ത് അല്ലെങ്കിൽ ഇന്നത് ചെയ്തേക്കാം എന്ന് പറഞ്ഞ് കാര്യങ്ങൾ ചെയ്യുന്ന അവരുടെ കാര്യങ്ങൾ വളരെ ഭംഗിയായി തന്നെ കാര്യങ്ങൾ നടന്നു പോയിട്ടുണ്ട്.
അതിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ പ്രാവശ്യവും അങ്ങനെ ഓരോ കാര്യം സാധിക്കുന്നവരും അരിയും എണ്ണയും മറ്റു കാര്യങ്ങളും എല്ലാം ഒക്കെ നമുക്ക് ഇവിടെ എത്തിച്ചു തരുന്നത്. അതുപോലെ തന്നെ എല്ലാ മകരവിളക്ക് നാളുകളിലും മകരവിളക്ക് നാളിലാണ് അപ്പൂപ്പൻ തറയിൽ വിളക്ക് മഹോത്സവവും അന്നദാനവും കലാപരിപാടികളൊക്കെ നടത്തപ്പെടുന്നത്. അതിന്റെ ഭാഗമായി ഇത്തവണയും ഈ വരുന്ന മകരവിളക്കിന് മുമ്പ് തന്നെ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനിയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങളുടെ എല്ലാ വിശ്വസിക്കുന്നവർക്ക് കൂടെയുണ്ട്. അതായത് വിളിച്ചാൽ വിളിപ്പുറത്തുള്ള ഒരു അപ്പൂപ്പനാണിത്. അതുകൊണ്ട് ഇനിയും വിശ്വസിക്കുകയും അപ്പൂപ്പനോട് ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ അത് കൃത്യമായി സാധിച്ചു തരുമെന്ന് 100% ഉറപ്പാണ്. അങ്ങനെ ഉറപ്പുള്ള ആളുകൾ ഈ മകരവിളക്ക് നാളിൽ ഇവിടെ എല്ലാവരും എത്തിച്ചേർന്നു. അങ്ങനെ ചെയ്തിട്ടുള്ള ആളുകൾക്കൊക്കെ ഈ മകരവിളക്ക് നാളിൽ ഇവിടെ എത്തിച്ചേരും. അത് നമുക്ക് നേരിൽ കാണാം. അപ്പോൾ അന്നും നമ്മളുടെ പ്രിയ സഹോദരൻ അന്നും ഇവിടെ ഷൂട്ട് ചെയ്യാൻ എത്തും എന്ന് പ്രതീക്ഷിക്കുകയാണ്. എൻ്റെ പേര് ഷൈജ, ഞാൻ ഇതിന്റെ കൺവീനറാണ്. എനിക്കിപ്പം അണ്ണൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാം ഇതായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഞങ്ങളും എല്ലാ അനുഭവസ്ഥരാണ്. ഞങ്ങൾക്ക് ഒരുപാട് ഞങ്ങൾക്കെന്നല്ല, ഈ അപ്പൂപ്പനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും അതിന് ഇത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം മകരവിളക്കിന്റെ അന്നാണ് ഇവിടുത്തെ ഉത്സവം. എല്ലാവരും അപ്പം മകരവിളക്കിന് ഉത്സവത്തിന് എല്ലാവരും വരണം, എല്ലാവരും വന്ന് സഹകരിക്കണം. വിളക്ക് മഹോത്സവം വിളക്ക് എല്ലാത്തിനും എല്ലാവരും വരികയും സഹകരിക്കുകയൊക്കെ ചെയ്യണമെന്നാണ് ഞാൻ അപേക്ഷിക്കുന്നത്. അപ്പോൾ ഗോപൻ, ഷൈജ, ഞാനും പ്രാർത്ഥിക്കാറുള്ളതാണ്. പക്ഷെ എനിക്കിപ്പം ആദ്യമായിട്ട് എനിക്ക് അപ്പൂപ്പൻ തറയിൽ അന്നോ ഒരു കുറേ വർഷങ്ങൾക്ക് മുമ്പ് വിളക്ക് മഹോത്സവത്തിന് എൻ്റെ പ്രോഗ്രാം ആയിരുന്നല്ലേ, അന്ന് രാത്രിയിലാണ് വന്നത്. അപ്പോൾ ഇന്ന് വരാൻ സാധിച്ചു, നിങ്ങളെ പരിചയപ്പെടാൻ സാധിച്ചു. എൻ്റെ അമ്മയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അച്ഛനൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പം നിങ്ങളിവിടെ കറക്റ്റായിട്ട് അറിയാൻ പറ്റി, പ്രേക്ഷകർക്കും അറിയാൻ പറ്റി. ഒപ്പം തന്നെ എനിക്കും അറിയാം, വിളിച്ചാൽ വിളിപ്പുറത്ത് എത്തുന്ന ഒരു ദൈവമാണ് വിളിക്കുന്നത്. അപ്പം നിങ്ങൾക്കുള്ളതുപോലെ എല്ലാവർക്കും അപ്പൂപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഇവിടെ വരാൻ സാധിച്ചാൽ, നിങ്ങളെ കണ്ട് ഇതെല്ലാം അറിയാൻ സാധിച്ചാൽ എൻ്റെ പേരുള്ള നന്ദി അറിയിക്കുകയാണ്. ഓക്കെ, സന്തോഷം. ഓക്കെ.